പാക് അധിനിവേശ കശ്മീരിലെ ബലൂചിസ്ഥാനിൽ പാക് സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം 20 പേരാണ് കൊല്ലപ്പെട്ടത്. വെടിവെച്ചു കൊന്ന പെൺകുട്ടിയുടെ മൃതദേഹം വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിക്കുന്ന നടുക്കും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നന്ദന വിവരങ്ങളുമായി ചേരുന്നു. നന്ദന, വലിയ തോതിലുള്ള നടുക്കമാണ് ആ മേഖലയിൽ ഉണ്ടാകുന്നത്. വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വെടിവെച്ചു കൊന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പാക് സൈനിക വാഹനത്തിന്റെ മുന്നിൽ വച്ചുകെട്ടി റോഡിലൂടെ വലിച്ചിഴച്ച് പ്രദർശിപ്പിച്ചത്. തുടർന്ന് ബലൂചിസ്ഥാനിൽ കാലങ്ങളായി പാക് സൈന്യം ജനങ്ങളെ അടിച്ചമർത്തലുകൾ തുടരുകയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അവിടെ നടക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാക് ഭരണകൂടം നടത്തുന്ന അട്ടിമറികൾക്കും അതുപോലെ തന്നെ തിരിമറികൾക്കും എതിരെയായിരുന്നു ഈ വലിയ രീതിയിലുള്ള ജനപ്രക്ഷോഭം നടന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 12 അഭയാർത്ഥി സീറ്റുകളിൽ ദുരുപയോഗം ചെയ്ത് തങ്ങൾക്ക് താല്പര്യമുള്ളവരെ വിജയിപ്പിക്കാനാണ് പാക് സർക്കാർ ശ്രമിച്ചത്. ഈ അട്ടിമറി തെരഞ്ഞെടുപ്പിനെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ കാശ്മീരി പ്രതിഷേധക്കാർക്ക് നേരെ റവാലക്കോട്ടിൽ വെച്ച് പാക് സൈന്യം വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു വെടിവയ്പിൽ 20ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതേസമയം പാക് അധിനിവേശ കശ്മീരിലെ ഈ ഭീകരമായ അടിച്ചമർത്തലിനെ ന്യായീകരിച്ചുകൊണ്ട് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. മന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: ആസാദ് കാശ്മീരിലെ പ്രതിഷേധക്കാരെ ഞാൻ ഇന്ത്യയുടെ അതേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇന്ത്യയെ പോലെ തന്നെ അവരെയും ശത്രുക്കളായാണ് കാണുന്നതെന്നാണ്. സ്വന്തം രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സ്വന്തം രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് എതിരെയാണ് ഇപ്പോൾ ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. അവരെ ഇന്ത്യയെ പോലെ, ശത്രുരാജ്യമായ ഇന്ത്യയെ പോലെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും ശത്രുക്കളായാണ് കാണുന്നതെന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ജനങ്ങളുടെ ജനാധിപത്യ ആവശ്യങ്ങൾക്കായി പോരാടുന്ന സ്വന്തം പൗരന്മാരെ പോലും ശത്രുക്കളായി പ്രഖ്യാപിച്ച പാക് സൈന്യം നടത്തുന്ന ഈ അടിച്ചമർത്തലുകൾ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത്. ശരി നന്ദന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.